അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വേറെ ദിവസം ചെയ്യാം. ഓ റൈറ്റ് മാൻ, ലുക്ക് അറ്റ് ദിസ് വ്യൂ മാൻ. ലുക്ക് എന്താ പറയുക, ഒരു പ്രോപ്പർ ഒരു 600cc ലുക്കാണ് കേട്ടോ വണ്ടിക്ക് ശരിക്കും വരുന്നത്. ക്യാമറ ഒക്കെ പിടിക്കുന്നില്ലേ, ഓണല്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലേക്ക് കാണിക്കുന്നുണ്ട്. ഓ മാൻ, ആ സ്റ്റാർട്ടിങ് സൗണ്ടൊക്കെ ഓക്കെ. 2 ഓ ഗിയർ ബോക്സ് ഇസ് ബ്രില്യൻ മാൻ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് അപ്പാച്ചി RR13 2024 അപ്പാച്ചി RR13 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് ടു കൊച്ചിൻ TVS. അവരാണ് നമുക്ക് ഈ വണ്ടി റിവ്യൂ തന്നിരിക്കുന്നത്. ഇതൊരു റൈഡ് റിവ്യൂ അല്ല, ഈ വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തുള്ളൂ. അപ്പോൾ അതിന് ജസ്റ്റ് ഇതിനുള്ള മാറ്റങ്ങളും കാരണമൊക്കെ ഞാൻ വീഡിയോയിൽ ഒന്ന് പറഞ്ഞുതരാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അപ്പാച്ചി RR13 വണ്ടി വളരെ ഫെമിലിയർ ആണ്. അപ്പോൾ ഫസ്റ്റ് മാറ്റം എന്താ പറയുക, ഇതിനകത്തേക്ക് ഞാൻ വരാം. ഈ ഒരു എൻജിൻ തന്നെയാണ്. ആ ഒരു ക്ലിയർ ക്ലച്ച് കേസ് ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ക്ലച്ച് അല്ല, ഇത് ആക്ച്വലി ക്ലിയർ ക്ലച്ച് കേസാണ്. ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് അവർ കയറ്റുന്നുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ആ ഒരു ഡ്രൈ ക്ലച്ചിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിയർ ക്ലച്ച് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡുക്കാറ്റിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു ക്ലിയർ ക്ലച്ചാണ് കൊടുത്തേക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഫോട്ടോ കാണുന്നതിലൊക്കെ നല്ലൊരു പ്രീമിയം ടച്ചായിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി TVS റേസിംഗ് എന്നുള്ള ഒരു ലോഗോ ഇട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നത്തെ ഒരു വ്യത്യാസം ഈ ഒരു എൻജിൻ തന്നെയാണ്. യെസ്, ഈ ഒരു എൻജിൻ ഇപ്പോൾ ഈ എഞ്ചിൻ്റെ പവർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതിന് യൂസ് ചെയ്യുന്ന പിസ്റ്റൻസ് ഇപ്പോൾ അറൗണ്ട് 10% ലൈറ്ററാണ്. ദേ ആർ നൗ യൂസിങ് ഫോഴ്സ്ഡ് പിസ്റ്റൻസ്, വിച്ച് മീൻസ് ദേ ആർ ലൈറ്റർ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് റെവ് ചെയ്യും. അത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ എയർ ബോക്സ് കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. അറൗണ്ട് 13% ലാർജറാണ് ഇപ്പോൾ ഇതിൻ്റെ എയർ ബോക്സ്. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ ത്രോട്ടിൽ ബോഡിയുടെ, അതും വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ത്രോട്ടിൽ ബോഡി, വലിയ എയർ ബോക്സ്, ലൈറ്റർ പിസ്റ്റൻസ്, ഇതെല്ലാം റിസൾട്ട് ചെയ്തത് കൂടുതൽ പവറാണ്. ഇപ്പോൾ 34 നിന്ന് 38 PHP ആയിട്ടുണ്ട്. ടോർക്ക് 27 നിന്ന് 29 ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു മാസീവ് ജമ്പാണ്, പറയാതിരിക്കാൻ വയ്യ. വെൽ ഡൺ TVS. അവർ 312cc DOS എഞ്ചിനിൽ നിന്ന് 38 BHP എന്ന് പറയുന്നത് വളരെ നിസ്സാരമല്ല. വെൽ ഡൺ. ശരിക്കും ആ ഒരു എഞ്ചിന് TVSൻ്റെ ആ ഒരു റേസിംഗ് ഹെറിറ്റേജ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആദ്യമേ കൊടുക്കേണ്ടായിരുന്നു, ബട്ട് അവർ എന്താ പറയുക, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊക്കെ പറയില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു എഞ്ചിൻ അത്ര എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ആ ഒരു റിവേഴ്സ് ഇംഗ്ലാൻഡ് എഞ്ചിനാണ്. ആ ഒരു DOS 312cc ലിക്വിഡ് കൂൾഡ് റിവേഴ്സ് ഇംഗ്ലാൻഡ്. എന്താണ് റിവേഴ്സ് ഇംഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടിപ്പിക്കലി ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻടേക്ക് ഇവിടെ വന്നിട്ട് എക്സോസ് ഇതിലൂടെയാണ് പോകുന്നത്. ഇതിൻ്റെ റൂട്ടിങ് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ എക്സോസ് ബാക്കിലൂടെയാണ് പോകുന്നത്. അതായത് എൻജിൻ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. അതാണ് റിവേഴ്സ് ഇംഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിംഗം എന്താ പറയുക, ഒരുപാട് വലുതാക്കാണ്ട് തന്നെ ലോങ്ങർ വീൽ ബേസ് അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓളായി. പിന്നത്തെ ഒരു വ്യത്യാസം, യെസ്, ആ ഒരു വിങ് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു വിങ് എന്താ പറയുക, നമ്മുടെ ബാറ്റ്മാൻ്റെ ഒക്കെ ഒരു ബാറ്റിൻ്റെ ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ വൈഡാണ്, നിങ്ങൾ ഫോട്ടോ കാണുന്ന പോലെയല്ല, നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇൻ പേഴ്സൺ കാണാനായിട്ട്. ആഫ്റ്റർ മാർക്കറ്റായിട്ട് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല, ബട്ട് ചില ആംഗിളിൽ നോക്കുമ്പോൾ യെസ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരുമാതിരി ഇൻഡിക്കേറ്ററിന് മഴ കൊള്ളാതിരിക്കാൻ വെച്ച പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ഇൻഡിക്കേറ്റർ അവിടെ നിന്ന് മാറ്റായിരുന്നു. അത് വേണമെങ്കിൽ അവർക്ക് ഈ ഒരു ഇതായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഒരു നൈസ് ടച്ച് ആയാനെ. ഇതിപ്പോൾ ശരിക്കും ആ ഇൻഡിക്കേറ്ററിന് മേളിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങോട്ടാക്കി ഇത് കുറച്ചൊന്ന് ചരിച്ച് വെച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ലുക്ക് ആയനെ. ബട്ട് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്നെപ്പോലെ ഇങ്ങനെ എല്ലാം സൂക്ഷിച്ച് നോക്കുന്ന ഒരാൾക്കാണ് ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ. അല്ലാതെ ഒറ്റ നോക്കുമ്പോൾ വലിയ കലിപ്പൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു കളർ പറയണം. ഇത് ആക്ച്വലി BTO എന്ന് പറഞ്ഞിട്ട് TVSൻ്റെ ആ ഒരു എന്താ പറയുക, നമുക്ക് ആക്സസറി പോലെ കയറ്റാൻ പറ്റിയൊരു കളറാണ്. ഇതൊരു തേർഡ് കളറാണ്. നമുക്ക് BTO ഓപ്ഷനിൽ വരുന്നൊരു കളറാണ്. ഇതിൽ വേറെ BTO ഓപ്ഷൻ ഡൈനാമിക് പ്രോയോ ഡൈനാമിക് കിറ്റോ ഒന്നും കയറിയിട്ടില്ല. ജസ്റ്റ് ഒരു കളർ മാത്രമേ കയറിയിട്ടുള്ളൂ. ഈ കളറിന് നമ്മൾ അഡീഷണൽ ഒരു 5000 rupees കൊടുക്കേണ്ടി വരും. അത് കൂടാണ്ട് നമുക്കിപ്പോൾ ബേസ് വരുന്നത് ഒരു റെഡ് കളറാണ്. അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. റെഡ് കളറിൻ്റെ ഇവിടെ ഇപ്പോൾ പെയിൻറ്റഡ് ആണ്. പിന്നെ എന്നാ പറയുക, പ്രീവിയസ്ലി അണ്ടർബെല്ലി ഒന്നും പെയിൻറ്റഡ് ആയിരുന്നില്ല, ഇപ്പോൾ അണ്ടർബെല്ലി പെയിൻറ്റഡ് ആണ്. ഞാൻ അകത്ത് 2 വണ്ടി ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നത്തെ ഒരു കളർ എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റേനിയം ഗ്രേ എന്ന് പറഞ്ഞ കളറല്ലേ, ഒരു ബ്ലാക്ക് കളർ, അത് അവർ റീപ്ലേസ് ചെയ്തിട്ട് ഒരു നാർഡോ ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും അകത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ റെഡ് കളറിന് മാത്രം നമുക്ക് വിത്ത് ഓർ വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ബാക്കിയൊക്കെ വിത്ത് ക്വിക്ക് ഷിഫ്റ്ററാണ് വരുന്നത്. പിന്നെ കയറിയിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഇപ്പോൾ അഡ്ജസ്റ്റബിൾ ക്ലച്ചും അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സും ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടാ, ആ സ്റ്റാൻഡേർഡ് ഇപ്പോൾ വണ്ടിക്ക് ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. വേറെ
അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, കോർണറിങ് ABS, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ BTO ഓപ്ഷൻ, അതായത് ഡൈനാമിക് പ്രോയോ ഡൈനാമിക് കിറ്റോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ഓൾറൈറ്റ്, എല്ലാം കൃത്യമായിട്ട് ഇടാം കേട്ടോ. ഡൈനാമിക് കിറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതായത് ഞാൻ പറഞ്ഞു 2 ഡൈനാമിക് കിറ്റ് ഉണ്ട്, ഡൈനാമിക് പ്രോ കിറ്റും. ആ കിറ്റിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് താഴെ ഇടാം. ഐ തിങ്ക് ഡൈനാമിക് കിറ്റിന് അറൗണ്ട് 18,000 എക്സ്ട്രാ കൊടുക്കണം. ഡൈനാമിക് പ്രോ കിറ്റിന് 16,000 ഉണ്ട്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ്, അതായത് വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്ററിന് 2,75,000 രൂപയാണ് എക്സ്ഷോറും വരുന്നത്. വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ ആകുമ്പോഴത്തേക്കും ഐ തിങ്ക് ഒരു 15,000 കൂടി കൂടും, 292 ആവും. പിന്നെ ഇതൊക്കെ കയറ്റുമ്പോഴത്തേക്കും വണ്ടി ഈസിലി 3 lakh കിടക്കും. നമുക്കിപ്പോൾ റെഡ് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്ന മോഡലിന് 373 ഓൺ റോഡ് വരുന്നത്. പിന്നെ ആ ഒരു ഗ്രേ കളർ കാണിച്ചതില്ലേ, അതിനാകുമ്പോഴത്തേക്കും 379 78 ആ ഒരു പ്രൈസാണ് ഞാൻ കൃത്യമായിട്ടുള്ള താഴെ. ഇത് BTO ആണ്. ഇതിനാകുമ്പോഴത്തേക്കും ഒരു 5,000 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഐ തിങ്ക് 384 85 സംതിങ് എന്തോ ഈ കളറിനും വരുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ. വണ്ടി ഭയങ്കര ലുക്കാണ്. ഇവിടെ ഈ ഒരു വെയിലത്തെ കൊണ്ടിട്ട് ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല നോട്ടം കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. വേറെ മാറ്റങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ഇപ്പോഴും സ്റ്റിൽ ആ ഒരു 4 റൈഡിങ് മോഡുണ്ട്. പിന്നെ ആ ഒരു മിഷലിൻ റോഡ് 5 അടിപൊളി ടയറാണ് കേട്ടോ. മിഷലിൻ റോഡ് 5 ടയർ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. വേണമെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഓടിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ടിൽ ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള LED പ്രൊജക്റ്റ് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ 110 ടയർ 17 അലോയ്സാണ്. പിന്നെ KYBയുടെ 41mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റബിൾ ആക്കാം. ഞാൻ പറഞ്ഞു BTO ഓപ്ഷനിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൈനാമിക് പ്രോയോ ഡൈനാമിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആഡ് ചെയ്യും. അത് കൂടാണ്ട് തന്നെ ഈ ക്ലിപ്പ് ഓൺസ് കുറച്ചും കൂടി ലോവർ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക അഗ്രസീവായിട്ട് ഓടിക്കണമെങ്കിൽ ഡൈനാമിക് കിറ്റ് ഓപ്റ്റ് ചെയ്താൽ മതി. അത് കൂടാണ്ട് തന്നെ റിയർ സെറ്റ് ഫുഡ് പെക്സും കിട്ടും അതിനകത്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 30 ലിറ്ററിൻ്റെ മാസീവായിട്ട് ടാങ്ക് വരുന്നുണ്ട്. നമുക്ക് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 810 mm ആണ്. ഒരുപാടൊന്നുമില്ല, ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ കയറി നിന്ന് കാണിച്ചു തരാം. ഓ മാൻ, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആ വിങ് ശരിക്കും കാണുന്നുണ്ട് കേട്ടോ. നോക്കി എന്തോരം തള്ളിയ പുറത്തേക്ക് ഇരിക്കുന്നത് നോക്കി. കലക്ക ലുക്കാണ്, ഒരു രക്ഷയില്ല. ശരിക്കും ഒരു ഫിനിഷിംഗ് ഒക്കെ നോക്കി ശരിക്കും ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. പിന്നെ സ്വിച്ച് ഗിയറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ക്രൂസ് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ബട്ടൺ വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ട് എൻ്റർ, അപ്പ് ആൻഡ് ഡൗൺ, ബാക്ക്, ഇൻഡിക്കേറ്റർ, ഹോണ്, ഇവിടെ ഒന്നുമില്ല, കാലിയാണ്. എൻജിൻ ഗിൽ സ്വിച്ച് ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, കൺസോൾ ഓണൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു TFT കൺസോൾ കാണാൻ പറ്റും. ആ ഒരു പോർട്രേറ്റ് വ്യൂ, എന്താ പറയുക, വെർട്ടിക്കലായിട്ടുള്ള കൺസോളാണ്. ഞാനിപ്പോൾ ഇത് നൈറ്റ് മോഡ് ഇട്ടേക്കുവാണ്. നമുക്ക് ഞാൻ പറഞ്ഞു 4 റൈഡിങ് മോഡ് വരുന്നുണ്ട്. അതിവിടെ എൻ്റർ എടുക്കുക, റൈഡ് മോഡ് നോക്കുക, അർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക്. നമുക്ക് സ്പോർട്ടും ട്രാക്കും ആക്ച്വലി ലോക്ക്ഡ് ആണ്. കാരണം നമുക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ആ 2 ഓപ്ഷനും ഇതാവില്ല. മറിച്ച് അർബനും റെയിനും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോഡിൽ ഓടിക്കാനാണ്. ഈ മോഡിലൊക്കെ പവർ കുറയുന്നുണ്ട്. ഐ തിങ്ക് 26 27 എന്തോ ആയിട്ട് പവർ കുറയും അർബനിലും റെയിനിലും. സ്പോർട്ടിലും ട്രാക്കിലും മാത്രമേ ആ ഒരു 38 bhp കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ റൈഡിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപ്രൈറ്റ് ഒന്നും പറയില്ല, എന്നാൽ ഒരുപാട് സ്പോർട്ടിയൊന്നും പറയില്ല. നമ്മുടെ CBR 250 ഏറെക്കുറെ അതിൻ്റെ ഒരു റൈഡിംഗ് പൊസിഷനാണ്. നല്ല രസമാണ്. മൊത്തത്തിൽ ഈ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മൈലേജ് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു അർബനിലും റെയിലിട്ട് കഴിഞ്ഞാൽ പവർ കുറയുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു നല്ല മൈലേജ് കിട്ടും ആ ഒരു മോഡലൊക്കെ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ അവരിപ്പോൾ എക്സോസിൽ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സോസ് ഇപ്പോൾ ആക്ച്വലി 2 കിലോ എന്തോ കുറവാണ്. ഓക്കെ, എന്തോ ട്യൂൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിസൈൻ ഇപ്പോഴും സെയിം ആണ്. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു അലുമിനിയം ഫുഡ് പാക്സ്, അലുമിനിയം സിംഗാൻ കാണാം, 150 ടയർ. പിന്നെ ഈ ഒരു ടെയിൽ ഐ തിങ്ക് കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് അടിപൊളി ഡുക്കാട്ടി ഇൻസ്പയർഡ് ടെയിൽ ലൈറ്റ് കാണാം. പിന്നെ എന്നാ പറയുക, പിന്നെ ഇവിടെ നോട്ടീസ് ചെയ്താൽ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു റെഡിന് മാത്രമേ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലാത്തൊരു മോഡൽ ഓപ്ഷനിൽ അവൈലബിൾ ഉള്ളൂ. ഏറ്റവും ബേസാണ്. നമുക്കിതിൽ വിത്ത് ക്വിക്ക് ഷിഫ്റ്ററാണ് വരുന്നത്. ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററാണ്. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അതായത് വണ്ടി ഡൗൺ ചെയ്യുമ്പോഴും അപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ യെസ്, നമുക്ക് ഈ വിങ്ങിനെ പറ്റി പറയണം. ഈ വിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് വെറും ഭംഗിക്ക് വെച്ചേക്കണല്ല, ഇത് ആക്ച്വലി ഡൗൺ ഫോഴ്സിന് വേണ്ടിയാണ്. എന്താ ഡൗൺ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹയർ സ്പീഡിലേക്ക് ഓടിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഫ്രണ്ട് എൻഡ് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചില വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി പോകണേ. അതായത് ഫ്രണ്ട് ഗ്രിപ്പ് കുറയും, ഈ ഒരു കോണ്ടാക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ടിൻ്റെ എന്താ പറയുക കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഫ്രണ്ട് മൊത്തത്തിൽ ലൂസാവും ആണ് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പ്ലാന്റഡ് ആക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വിങ് വയ്ക്കുന്നതോടുകൂടി ഈ എയർ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ട് ഇവിടെ ഒരു ലോ പ്രഷറും ഇവിടെ ഒരു ഹൈ പ്രഷറും ക്രിയേറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഈ ഒരു ഹൈ പ്രഷർ താഴെ വന്നുകൊണ്ട് തന്നെ ഒരു ഡൗൺവേർഡ് എഫക്റ്റ് ഇതിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇരിക്കും. ഇതിൻ്റെ TVS ക്ലെയിം ചെയ്യുന്നത് അറൗണ്ട്
3 കിലോളം ഡൗൺ ഫോഴ്സാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അറൗണ്ട് ഐ തിങ്ക് 100+ ആയിരിക്കും, അതിൽ താഴെ ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഒരു 3 കിലോ ഉള്ള സാധനം ഇതിന് മുകളിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത്ര ഒരു എഫക്റ്റ് ഈ ഒരു വിങ് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഭംഗിക്ക് വെച്ചേക്കുന്നതല്ല, ഇത് ഫങ്ഷനിലാണ്. ടി വി എസ് പ്രോപ്പർലി ടെസ്റ്റഡ് ആണ് ഇതൊക്കെ. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ മിറർ രണ്ടൊന്ന് വിടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. കുഴപ്പമില്ല. വിങ് ഇച്ചിരി ഓവറാണോ? കുഴപ്പമില്ല കേട്ടോ, നൈസ് ലുക്കാണ്, നല്ല നോട്ടം കിട്ടുന്നുണ്ട് ഈ ഒരു റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ട്. അതാണ് ഞാൻ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്നത്, എല്ലാവരും നോക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ. ഓൾറൈറ്റ്. പിന്നെ ഇതൊക്കെ വണ്ടിയുടെ ഗ്രാബ് ഹാൻഡിൽ എന്ന് പറയുന്ന ആകെയുള്ളൊരു പീസ് ഇതാണ് കേട്ടോ. വണ്ടിയിൽ വേറെ എവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. റിയർ സീറ്റ് കമ്പാരിറ്റീവ് എന്നല്ല, ഭയങ്കര ചെറുതാണ്. ഫ്രണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കണം. വേറെ ഗ്രാബ് ഹാൻഡിൽ എന്ന് പറയാനായിട്ട് ഒരു സാധനമില്ല. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നോക്കാവുന്നൊരു വണ്ടിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വേറെ ദിവസം വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, ഞാൻ ചോദിച്ചു വയ്ക്കാം. ഇതിപ്പോൾ പുതുപുത്തൻ വണ്ടിയാണ്, വണ്ടി മിനിയാന്ന് ലോഞ്ച് ചെയ്തുള്ളൂ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ. ഇത് വണ്ടിയിൽ പുതിയതാണോ എനിക്ക് സംശയമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ലൂവേഴ്സ് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ റേഡിയേറ്ററിൽ നിന്ന്, അതായത് എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റ് ഇതുവഴി പുറത്തേക്ക് വരാനായിട്ടാണ് ഇങ്ങനെ ലൂവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഐ തിങ്ക് ഇത് ന്യൂ ആണെന്ന് തോന്നുന്നത്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. ഓക്കെ, പിന്നെ എന്നാ പറയുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ വണ്ടിക്ക് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ വണ്ടിയുടെ എക്സോസ്റ്റോടും ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു കോർണറിങ് എബേസ്, റിയർ ലിഫ്റ്റ് കൺട്രോൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വീലി കൺട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് അതൊക്കെ ഡൈനാമിക് കിറ്റിലാണോ, ബീറ്റ് ഓപ്ഷനാണോ എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റോടൊന്ന് കേട്ട് നോക്കാം കേട്ടോ. സൗണ്ട് ചെറിയതായിട്ടൊന്ന് ത്രോട്ടിലായിട്ടല്ലോ വന്നുണ്ട് കേട്ടോ. ഓ മാൻ. അപ്പോൾ ഗായ്സ് അത്രയൊക്കെ തന്നെയുള്ളൊരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്, നിങ്ങൾ വണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വേറെ ഉദ്ദേശമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് റിവ്യൂ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇൻ കേസ് നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ യെസ്, നമുക്ക് സ്മാർട്ട് കണക്ട് വെച്ചിട്ട് വണ്ടിക്ക് ഫോണും കാര്യങ്ങളൊക്കെ പെയർ ചെയ്യാവുന്നതാണ്. പിന്നെ വണ്ടിക്ക് റൈഡ് ബൈ വയറാണ് വരുന്നത്, അതുകൊണ്ടാണ് വണ്ടിക്ക് മോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ വണ്ടർ ചെയ്യുകയാണ് ഈ മോഡ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി പവർ ചേഞ്ച് ചെയ്തിട്ടുള്ള മോഡ്സിനൊക്കെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ മിക്കതും റൈഡ് ബൈ വയർ ആയിരിക്കും. അല്ലാത്ത വണ്ടി, അതായത് ഇപ്പോൾ നിങ്ങൾ പൾസർ കണ്ട് കാണും N160, അതിലൊക്കെ റൈഡ് മോഡ് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ആക്ച്വലി റൈഡ് മോഡല്ല, അതിന് ABS സെൻസിറ്റിവിറ്റി മാത്രമേ മാറുന്നുള്ളൂ. അതിന് റൈഡ് മോഡ് എന്ന് പറയാൻ പറ്റില്ല, അതായത് പവറിൽ വ്യത്യാസമൊന്നും വരില്ല. ഇതിൽ ആക്ച്വലി പവറിൽ വ്യത്യാസമുണ്ട്, കാരണം ഇതിന് നമുക്ക് നോക്കി മനസ്സിലാവും റൈഡ് ബൈ വയർ ആണ്. സെയിം സ്റ്റോറി വിത്ത് ദി NS400 റൈഡ് മോഡ് വരുന്നുണ്ട്. അതിലും ചെറുതായിട്ട് ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ മോളിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കട്ട ശോകമാണ്, അതെപ്പോഴും ടോപ്പ് മോളിൽ തന്നെ ഇട്ട് ഓടിക്കണം. ഓക്കെ,